ഞാനൊരു ഓപ്പൺ ചുരിദാറിന്റെ കട്ടിങ് ആണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ ആദ്യം വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ വിട്ടുപോയി. അപ്പൊ ഞാൻ ലൈനിങ്ങിൽ ഇങ്ങനെ മാർക്കിങ്ങൾ കൊടുക്കുമ്പോഴാണ് ഓർമ്മ അന്ന് വീഡിയോ എടുക്കാലോ. അപ്പൊ അതിന് തന്നെ എങ്ങനെയാ മടക്കുന്ന രീതി എന്നൊക്കെ പറഞ്ഞുതരാം കേട്ടോ. ക്ലോത്തിനെ മുഴുവനായിട്ടും നമ്മൾ നിൽക്കുന്ന സൈഡിൽ നിവർത്തിയിടുക. ഇത് ലൈനിങ് പീസ് ആണ്. അപ്പൊ 2.5 മീറ്റർ ആണ് ഇത് ക്ലോത്ത് ഉള്ളത്. മുഴുവനായിട്ടും നമ്മളുടെ സൈഡിൽ നിവർത്തിയിടുക. എന്നിട്ട് ഓപ്പോസിറ്റിലേക്ക് പകുതിയാക്കി മടക്കുക. അതിനുശേഷം ഇടത് കൈന്റെ ഭാഗത്ത് നിന്നും വീണ്ടും പകുതിയാക്കി നീളത്തിന് പകുതിയാക്കി വലത്തോട്ട് മടക്കി വലതുവശത്തേക്ക് മടക്കി കേട്ടോ. അപ്പൊ നമ്മളുടെ സൈഡിൽ 2 ഫോൾഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഓപ്പോസിറ്റില് 4 കരവശം. ഓക്കെ, ഇടത് കൈന്റെ ഭാഗത്ത് ഫുൾ ഫോൾഡ് ആണ്, ഇവിടെ മുകളില് ഫുൾ ഫോൾഡ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ലെങ്ത് ആണ് മാർക്ക് ചെയ്യേണ്ടത്. അതിന് താഴെ കരവശത്ത് ആദ്യം ഒരു ലൈൻ കൊടുത്തിട്ട് ആ ഒരു ഭാഗം ക്ലിയർ ആക്കണം. അവിടെ ഏറ്റക്കുറച്ചിലുള്ള ഭാഗമാണ്, ക്ലിയർ അല്ല കരവശം. അപ്പൊ അവിടെ എന്ത് ചെയ്യുക, ആദ്യം ഒരു ലൈൻ കൊടുക്കുക. ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അതൊരു ലൈൻ കൊടുത്തിട്ട് നമുക്ക് ആ ഒരു ഭാഗം ക്ലിയർ ആക്കാം. ഓക്കെ, ആ ലൈനിൽ നിന്നും വേണം മുകളിലേക്ക് നമുക്ക് ലെങ്ത് മാർക്ക് ചെയ്യാൻ. അപ്പം എനിക്ക് ക്ലോത്ത് വാങ്ങിയത് ഞാൻ വർക്കുള്ള ക്ലോത്ത് ആയതുകൊണ്ട് അതിൽ ലെങ്ത് കുറവാണ്. 40 ഇഞ്ച് അതിന്റെ മുഴുവനായിട്ടുള്ള ലെങ്ത് കിട്ടിയിട്ടുള്ളൂ. അപ്പൊ ആ 40 ഇഞ്ചാണ് എനിക്ക് മെയിൻ ക്ലോത്തിൽ ലെങ്ത് കിട്ടുള്ളൂ. അപ്പം ലൈനിങ് പീസിൽ എന്ത് വേണം, മെയിൻ ക്ലോത്തിൽ നിന്നും ഒരു 3 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് വേണം നമ്മൾ ലൈനിങ് പീസിൽ ലെങ്ത് മാർക്ക് ചെയ്യാൻ. അപ്പൊ 40 3 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് 37 ഇഞ്ചിൽ ലെങ്ത് കൊടുക്കുന്നുണ്ട്. താഴെ ഒരു ലൈൻ കൊടുത്തില്ലേ, ആ ലൈനിൽ നിന്ന് ടാപ്പിന്റെ സ്റ്റാർട്ടിങ് വെച്ചിട്ട് മുകളിലേക്ക് 37 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. ഓക്കെ, 37 ഇഞ്ചിൽ ഞാൻ ലെങ്ത് ഇവിടെ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് വീഡിയോ എടുക്കുന്ന കാര്യം ഓർമ്മ വന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ 37 ഇഞ്ചിൽ ലെങ്ത് മാർക്ക് ചെയ്തു. അതിനുശേഷം നെക്കിന്റെ ഷോൾഡറിന് വിടുത്താണ് ആ ഒരു ലൈനിൽ മാർക്ക് ചെയ്യേണ്ടത്. അതിന് നമ്മൾ ഷോൾഡറിന്റെ വീതി എത്രയാണെന്ന് നോക്കാം. ഇത് കുറച്ചധികമാണ്, കുറച്ചൊരു ലൂസുള്ള ചുരിദാറാണെങ്കിലും കുഴപ്പമില്ല. ഞാൻ അങ്ങനെ ടൈറ്റിൽ ഉപയോഗിക്കില്ല, ലൂസിൽ തന്നെയാണ് ഉപയോഗിക്കല്. അതുകൊണ്ട് ഈ ഒരു അളവ് തന്നെ കൊടുക്കാം. അപ്പൊ നെക്ക് ഷോൾഡറിന്റെ ഒരു അറ്റത്ത് നിന്നും അടുത്ത ഷോൾഡർ വരെ കേട്ടോ, ഈ ഒരു ഭാഗത്തുനിന്ന് അടുത്ത ഷോൾഡർ വരെ എത്രയുണ്ട് നോക്കിയിട്ട് അതിൽ 17 ഇഞ്ചാണ് കാണിക്കുന്നത് കണ്ടോ. അതിന്റെ പകുതി 8.5. ആ 8.5 ഇഞ്ചിന്റെ കൂടെ 1/2 ഇഞ്ചും കൂടി നമുക്ക് ഷോൾഡറിന്റെ തയ്യൽ തുമ്പിന് ആവശ്യമുണ്ട്. അപ്പൊ അതും കൂടി ചേർത്താൽ 9 ഇഞ്ചിലാണ് ഷോൾഡറിന്റെ വിഡ്ത്ത് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഇതാ ഈ ലൈന്, അതാണ് 9 ഇഞ്ചിൽ ഈ ഒരു ലെങ്ത് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നും ഓപ്പോസിറ്റിലേക്ക് വരയ്ക്കാം. അപ്പൊ ഇത് 9 ഇഞ്ചാണ്. സെയിം അളവ് തന്നെ ആം ഹോളിന്റെ ലെങ്ത്തും 9 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. ഓക്കെ, 9 ഇഞ്ചിൽ വരച്ചു. അത് കറക്റ്റ് ആണോന്ന് ഇവിടെ നോക്കുക കേട്ടോ. കറക്റ്റ് 9 ഇഞ്ച് ഇവിടെയും കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കണം. ഈ ഒരു വീതി തന്നെയാണ് ഇവിടെയും വേണ്ടത്. അപ്പൊ ആ 9 ഇഞ്ച് ഇവിടെയും കിട്ടിയിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്താം. അല്ലാഞ്ഞാൽ ചെരിഞ്ഞു പോയാൽ ഒന്നിക്കൽ ആം ഹോളിന്റെ ഭാഗം ടൈറ്റ് ആവും, അല്ലെങ്കിൽ ചുളിവ് വരാനായിട്ട് അവിടെ ലൂസ് ആവും. അപ്പൊ കറക്റ്റ് ആണോ എന്ന് ഉറപ്പ് വരുത്താം. അതിനുശേഷം നെക്കിന്റെ വിടുത്താണ് വേണ്ടത് കേട്ടോ. ഇതില് നെക്കിന്റെ വിടുത്ത് നല്ല വൈഡാണ്, ഞാൻ ഇത്രയും കൊടുക്കാറില്ല. അതില് 8.25 ഇഞ്ച് നെക്കിന്റെ വിടുത്തുണ്ട്. അപ്പൊ അതിന്റെ പകുതിയൊക്കെ കൊടുക്കുമ്പോൾ അതിന് കുറച്ച് അധികമാവും. ഞാൻ അത്ര ഉപയോഗിക്കാറില്ല. അപ്പൊ ഞാൻ ഇത് 3 ഇഞ്ചാണ് നെക്കിന്റെ വിടുത്ത് നോർമലായിട്ട് കൊടുക്കല് കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ നെക്കിന്റെ ലെങ്ത് 5.5 ഇഞ്ചാണ് നെക്കിന്റെ ലെങ്ത്. 1/2 ഇഞ്ച് ഷോൾഡറിൽ നിന്ന് മുകളിലേക്ക് തയ്യൽ തുമ്പിന്റെ ഭാഗം കയറ്റി വെക്കുക ടാപ്പ്. എന്നിട്ട് ഈ ഒരു സെന്റർ ഭാഗം ഏത് പോയിന്റിലാണെന്ന് നോക്കുക. ഇതിൽ 5.25 കാണിക്കുന്നുണ്ട്, പക്ഷെ ഇത് കുറച്ചൊന്ന് അധികം ഉണ്ട്. ഞാൻ 5.5 ഇഞ്ചിലാണ് കൊടുക്കുന്നത്. നെക്കിന്റെ ലെങ്ത് 5.5. സെയിം ആ ലൈനിൽ തന്നെ നമുക്ക് നെക്കിന്റെ ബാക്ക് നെക്കിന്റെ ലെങ്ത്തിന് 1.5 ഇഞ്ച് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഞാൻ ബാക്ക് നെക്ക് അങ്ങനെ ഇറക്കി കൊടുക്കാറില്ല. അതൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന്റെ അളവ് കൊടുക്കാം കേട്ടോ. 2 ഇഞ്ച് കൊടുക്കണവർക്ക് 2 കൊടുക്കാം, 2.5 കൊടുക്കണവർക്ക് 2.5 കൊടുക്കാം. ഞാൻ 1.5 കൊടുക്കുന്നുള്ളൂ. ഞാൻ വളരെ ചെറുതായിട്ടാണ് ബാക്കിൽ നെക്ക് കൊടുക്കൽ. ആ ഒരു പോയിന്റ് ഇവിടേക്ക് ഇങ്ങനെ തിരിച്ചു വെക്കാം, ബാക്ക് നെക്കിൻ്റെത്. എന്നിട്ട് 5.5യിലേക്ക് ഇറക്കി വരയ്ക്കുക. നമ്മൾ നിൽക്കുന്ന സൈഡിലേക്ക് ഒരു ലൈൻ കൊടുത്തിട്ട് അതിനെ ബോക്സ് ആക്കി മാറ്റുക.
എന്നിട്ട് നല്ല വൃത്തിക്ക് ഇതിൻ്റെ അകത്തൊന്ന് നമുക്ക് നെക്കിനെ റൗണ്ട് ആക്കി മാറ്റാം. ബാക്ക് നെക്കിനും അതുപോലെ തന്നെ ആ ഒരു 1.5 ഇഞ്ചിന്റെ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ കൊടുത്തൊരു ബോക്സ് ആക്കിയിട്ട് അതിനെയും ഒന്ന് റൗണ്ട് ആക്കി മാറ്റാം. ഓക്കെ, ഇനി 1/2 ഇഞ്ച് ഷോൾഡറിന്റെ സ്ലോപ്പിന് ഇവിടെ പോയിന്റ് ചെയ്തിടാം. ഇനി ചെസ്റ്റ് റൗണ്ടിന്റെ വിടുത്താണ് മാർക്ക് ചെയ്യേണ്ടത്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഒരു ആം ഹോളിന്റെ അറ്റത്ത് നിന്നും അടുത്ത ആം ഹോള് വരെ എത്രയാണോ അതിനെ പകുതിയാക്കാം. ഇത് കുറച്ച് ലൂസ് ഉണ്ട് കേട്ടോ, എങ്കിലും ഞാൻ ഈ അളവ് തന്നെയാണ് എടുക്കുന്നത്. ഇത് 24 ഇഞ്ച് കറക്റ്റ് ആണ്. അപ്പൊ 24ന്റെ പകുതി 12 ഇഞ്ച്. ആ 12 ഇഞ്ച് നമുക്ക് ഈ ആം ഹോളിന്റെ തൊട്ട് താഴെ ടാപ്പ് വെക്കുക. 12 വെക്കേണ്ടത് നമ്മളുടെ സൈഡിലുള്ള ഫോൾഡിൽ, നമ്മളെ സൈഡിൽ 2 ഫോൾഡായിട്ട് ഇരിക്കുന്നത് അവിടെ 12 വെച്ചിട്ട് ആം ഹോൾ ലൈനിന്റെ തൊട്ട് താഴെ കൂടി ടാപ്പ് ഓപ്പോസിറ്റിലേക്ക് വിരിച്ചിട്ട് ഇവിടെ പോയിന്റ് ചെയ്യുക. വീണ്ടും സീം അലവൻസിനായിട്ട് 1.5 ഇഞ്ച് മുന്നോട്ട് പോയിന്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ആം ഹോൾ ലെങ്ത്തിൽ നിന്നും ആ 2 പോയിന്റിലേക്ക് ചേർത്ത് വരയ്ക്കുക. ഓക്കെ, കറക്റ്റ് ചെസ്റ്റ് റൗണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ആം ഹോളിനൊന്ന് കെർവ് ആക്കണം. ഇത് അത്യാവശ്യം വീതിയുള്ളതുകൊണ്ട് ഇവിടെ 1 ഇഞ്ച് കൊടുത്താൽ കുറച്ച് കുറഞ്ഞു പോകും. അപ്പൊ ഞാനിവിടെ 1.5 ഇഞ്ചിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ആം ഹോളിനെ കെർവ് വരയ്ക്കാൻ. ഇനി ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ ഒന്നും കൂടി കുഴിച്ച് വരയ്ക്കുമ്പോൾ വീണ്ടും 1 ഇഞ്ചിലേക്ക് തന്നെ മാറും. ഇനി ആം ഹോൾ ലെങ്ത്തിന് നമ്മളവിടെ ഷോൾഡറിന്റെ അവിടെ നിന്ന് 1/2 ഇഞ്ച് താഴേക്ക് ഷോൾഡറിന്റെ സ്ലോപ്പിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. അതിന് താഴെ പിന്നെ 8.5 ഇഞ്ചാണ് ഉള്ളത്. അപ്പൊ 8.5ന്റെ പകുതി 4.25 ഒരു പോയിന്റ് എടുക്കുക. ആം ഹോൾ ലെങ്ത്തിന്റെ പകുതിയിൽ ഒരു പോയിന്റ്. ആ പോയിന്റിൽ നിന്നും ഈ ഒരു അകത്ത് കോർണറിൽ നിന്ന് കൊടുത്ത പോയിന്റും നമ്മൾ കറക്റ്റ് ചെസ്റ്റ് റൗണ്ടും ഇത് 3ഉം ചേർത്തിട്ട് വേണം ആം ഹോളിനെ റൗണ്ട് ആക്കി മാറ്റാൻ. അപ്പൊ ഈ പോയിന്റ് ഇതിലേക്ക് ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഇങ്ങനെ ഇതിലേക്ക് കൂട്ടാം ചെസ്റ്റ് റൗണ്ടിലേക്ക്. എന്നിട്ട് നമുക്കതിനെ റൗണ്ട് ആക്കി മാറ്റാം. ഓക്കെ, ഇനി നമുക്ക് ഫ്രണ്ടിലെ ആം ഹോളിന് വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ച് താഴോട്ട്, അതായത് നമ്മളിവിടെ ടോട്ടൽ 1.5 കൊടുത്തു. അപ്പൊ ഇവിടുന്ന് വീണ്ടും കോർണറിൽ നിന്ന് അകത്തേക്ക് 1 ഇഞ്ച് പോയിന്റ് ചെയ്താൽ അത് കിട്ടും. എന്നിട്ട് ഈ പോയിന്റ് ഇതിലേക്കും അതുപോലെ ഈ ബോക്സിൽ നിന്നും ഒരു അല്പം പുറത്തേക്കൂടെ അതിനെ ഒന്ന് നമുക്ക് കെർവാക്കി മാറ്റാം. ഓക്കെ, ഇത് ഫ്രണ്ടിലെ ആം ഹോളാണ്. ഇനി നമ്മളിവിടെ ഷോൾഡറിന്റെ സ്ലോപ്പിന് 1/2 ഇഞ്ച് ഷോൾഡറിൽ നിന്നും താഴേക്ക് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ നെക്കിന്റെ വിടത്തിൽ നിന്നും ആ ഒരു പോയിന്റിലേക്ക് ഷോൾഡറിന്റെ സ്ലോപ്പ് വരച്ചു കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് ഷേപ്പിന്റെ ലെങ്ത് ആണ്. അപ്പൊ നമ്മളെ ഷേപ്പിന്റെ ലെങ്ത് 14 ഇഞ്ചാണ്. അത് ഇതാ നെക്കിന്റെ ഇവിടുന്ന് താഴോട്ട് ഇടുക, നമ്മൾ നിൽക്കുന്ന സൈഡിലുള്ള ഫോൾഡിന്. എന്നിട്ട് 14 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഓപ്പോസിറ്റിലേക്ക് നമ്മൾ കറക്റ്റ് ചെസ്റ്റ് റൗണ്ട് 12 ആയിരുന്നു. ആ 12ൽ നിന്നും 1 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് ഷേപ്പിന്റെ വിടുത്ത് 11 ഇഞ്ചിൽ ഇവിടെ മാർക്ക് ചെയ്തു. വീണ്ടും 1.5 ഇഞ്ച് നമ്മൾ സീം അലവൻസും മുന്നോട്ട് മാർക്ക് ചെയ്തു. എന്നിട്ട് ചെസ്റ്റ് റൗണ്ടിൽ നിന്നും ചെസ്റ്റ് റൗണ്ടിന്റെ തയ്യൽ തുമ്പിന്റെ ആ ഒരു ഭാഗത്തു നിന്നാണ് ഞാൻ താഴോട്ട് ലൈൻ കൊടുക്കുന്നത്. കറക്റ്റ് അളവിന് ഞാൻ ലൈൻ മാർക്ക് ചെയ്യുന്നില്ല, അതിങ്ങനെ ജസ്റ്റ് ഒന്ന് ഡോട്ട് ഇട്ട് വെക്കുന്നേ ഉള്ളൂ. ഓക്കെ, ഇനി വേണ്ടത് ഹിപ്പിന്റെ ലെങ്ത് ആണ്. അതായത് നമ്മളെ സൈഡിലുള്ള ഓപ്പൺ ഭാഗമില്ലേ, അത് ഷോൾഡറിൽ നിന്ന് താഴേക്ക് എത്ര ലെങ്ത്തിലാണ് നിൽക്കണേന്ന് നോക്കാം. ഇരുപത്തിരണ്ട് ഇഞ്ചാണ് ഇതിന്റെ ഹിപ്പിന്റെ ലെങ്ത് വരുന്നത് കേട്ടോ. ഷോൾഡറിൽ നിന്ന് താഴേക്ക് ഈ ഒരു പോയിന്റ് 21 ഇഞ്ച്, 1/2 ഇഞ്ച് മുകളിൽ ഷോൾഡറിന്റെ തയ്യൽ തുമ്പ് ചേർത്തിട്ട് 21.5 ഇഞ്ചിൽ നമുക്ക് മാർക്ക് ചെയ്യാം. നമ്മളുടെ സൈഡിൽ തന്നെ വെക്കാം കേട്ടോ, 21.5. എന്നിട്ട്
ആ പോയിന്റിൽ നിന്നും ചെസ്റ്റ് റൗണ്ടിന് ടോട്ടൽ എത്രയാണോ കൊടുത്തത് സെയിം അളവാണ് ഞാൻ ഹിപ്പിന്റെ വിഡ്ത്ത് കൊടുക്കുന്നത്. 13.5 ഇഞ്ചാണ് ചെസ്റ്റ് റൗണ്ടിന് ടോട്ടൽ വിഡ്ത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ആ സെയിം അളവ് തന്നെയാണ് ഞാൻ ഹിപ്പിന്റെ ഭാഗത്ത് വീതി മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് ഷേപ്പിൽ നിന്നും ചെസ്റ്റ് റൗണ്ടിന് കൊടുത്ത സെയിം അളവ് കേട്ടോ ഹിപ്പിന്റെ വിഡ്ത്ത്. എന്നിട്ട് ചെസ്റ്റിൽ നിന്നും ഷേപ്പിൽ നിന്നും അതിലേക്ക് തിരിച്ചങ്ങ് വരച്ചു. ഓക്കെ, ഇനി വേണ്ടത് നമുക്ക് താഴെ കരവശത്ത് വിഡ്ത്ത് മാർക്ക് ചെയ്യാൻ. അതും ഇതുപോലെ തന്നെ ചെസ്റ്റിന്റെ അതേ വീതി, അതായത് ഷേപ്പിന്റെ അല്ല ഹിപ്പിന് എത്രയാണോ കൊടുത്തത് ആ സെയിം അളവ് തന്നെയാണ് നമ്മൾ താഴെ ഭാഗത്ത് മാർക്ക് ചെയ്യുന്നത്. അപ്പൊ ഹിപ്പിന് ഞാൻ കൊടുത്തിട്ടുള്ളത് 13.5 ആ 13.5 തന്നെയാണ് താഴെ കരവശത്തും വിഡ്ത്തായിട്ട് കൊടുക്കുന്നത്. അതിലേക്ക് ഹിപ്പിൽ നിന്നും സ്ട്രൈറ്റ് ആയിട്ട് അങ്ങ് വരയ്ക്കുക. ക്ലോത്ത് പിൻ ചെയ്ത് വെക്കണം നിങ്ങൾ എപ്പോഴും ചെയ്യുമ്പോൾ കേട്ടോ. ഞാനിന്ന് പിൻ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ നീങ്ങി പോരുന്നത്. അപ്പൊ ചെസ്റ്റ്, ഹിപ്പ്, താഴെ കരവശത്തെ വീതി, ഇത് മൂന്നും ഒരേ അളവിലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് മാറ്റം വരാൻ ചാൻസ് ഉള്ളവരുണ്ടാവും. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഹിപ്പിന്റെ ഭാഗം കുറച്ചധികം കൂടുതൽ വീതിയുള്ള ആൾക്കാരുണ്ടെങ്കിൽ അതിന് നിങ്ങൾ എന്ത് ചെയ്യുക, അളവ് ഡ്രസ്സിൽ നിന്നും ആ ഒരു ഭാഗത്ത് എത്രയാണോ വീതി നോക്കിയിട്ട് ആ ഒരു അളവായിരിക്കണം ഹിപ്പിന്റെ വീതി മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ. എന്നിട്ട് അതേ അളവ് തന്നെ ആയിരിക്കണം താഴെ കരവശത്തേക്കും കൊടുക്കേണ്ടത്. ഇവിടെ ലൈൻ ഒന്ന് ചെരിഞ്ഞു പോയിട്ടുണ്ട്, ഞാനൊന്ന് ക്ലിയർ ആക്കിക്കോട്ടെ. തുണി ഒന്ന് നീങ്ങിയതിൽ ആയതാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ചുരിദാറിന്റെ ബോഡി പാർട്ട്. നമുക്ക് ഇത് കട്ട് ചെയ്തതിന് ശേഷം സ്ലീവിലേക്ക് പോവാട്ടോ. ഹിപ്പിന്റെ മാർക്കിന്റെ ഇവിടെ ഒരു ചെറിയൊരു നോച്ച് കൊടുക്കുക. ആദ്യം തന്നെ നമ്മൾ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യാൻ പാടില്ല കേട്ടോ. ബാക്ക് നെക്ക് കട്ട് ചെയ്ത് ബാക്ക് പാർട്ട് മാറ്റി വെച്ചതിന് ശേഷം വേണം ഫ്രണ്ടിലെ നെക്ക് കട്ട് ചെയ്യാൻ. ഫ്രണ്ടിലെ നെക്ക് ഇപ്പം കട്ട് ചെയ്യണില്ല, ഇത് ബാക്ക് നെക്കാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. സോറി, രണ്ടും ഒരുമിച്ച് പിടിച്ചിട്ട് ബാക്ക് നെക്ക് കട്ട് ചെയ്യുക. നമ്മൾ ബാക്കിലെ ആം ഹോളാണ് അതുപോലെ കട്ട് ചെയ്യേണ്ടത്. എന്നിട്ട് ബാക്കിലെ പാർട്ട് മാറ്റിയതിന് ശേഷമാണ് ഫ്രണ്ടിലെ ആം ഹോള് ആ കുഴിച്ച് വരച്ചത് കട്ട് ചെയ്യാൻ പാടുള്ളൂ. ഈ ബാക്ക് പാർട്ട് മാറ്റി വെച്ചിട്ട് ഞാൻ ഫ്രണ്ടിലെ ആം ഹോളാണ് കട്ട് ചെയ്യുന്നത്. ഫ്രണ്ടിലെ നെക്ക് ഞാനിപ്പം കട്ട് ചെയ്യുന്നില്ല, അത് മെയിൻ ക്ലോത്തിന്റെ മുകളിൽ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കട്ട് ചെയ്യുന്നുള്ളൂ. കാരണം അതിന്റെ ക്ലോത്ത് അങ്ങനത്തെ ഒരു ക്ലോത്താണ്. അപ്പൊ ആദ്യം തന്നെ കട്ട് ചെയ്ത് പോയാൽ ചിലപ്പോൾ നമ്മൾ അടിക്കുന്ന സമയത്തൊന്ന് ഒരു വലിച്ചിൽ വന്നു കഴിഞ്ഞാൽ വിഡ്ത്ത് കൂടി പോവാനും ലെങ്ത് കൂടി പോവാനും ചാൻസ് ഉണ്ട്. അങ്ങനത്തെ ഒരു ക്ലോത്താണ് മെയിൻ ക്ലോത്ത്.
അപ്പൊ ഞാൻ ലൈനിങ് പീസിലും നെക്ക് ഫ്രണ്ടിൽ കട്ട് ചെയ്യുന്നില്ല, മെയിൻ ക്ലോത്തിലും കട്ട് ചെയ്യണില്ല. അത് സ്റ്റിച്ചിങ്ങിന് ശേഷം കട്ട് ചെയ്യുന്നുള്ളൂ കേട്ടോ. ആം ഹോള് കുഴിച്ച് കട്ട് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് സ്ലീവിന് കട്ട് ചെയ്യാം. ഇനി ബാക്ക് പാർട്ടിന്റെ ആം ഹോളിന്റെ അളവാണ് എടുക്കേണ്ടത്. ഫ്രണ്ട് ഭാഗം ഞാൻ മാറ്റി വെച്ചു. ഈ മുകളിൽ ബാക്കി വന്ന പീസ് നമുക്ക് സ്ലീവിന് കട്ട് ചെയ്യാം. ഞാൻ ഓപ്പോസിറ്റ് ഭാഗത്തേക്കാണ് ഫോൾഡ് ആയിട്ടുള്ള ഭാഗം വെച്ചിട്ടുള്ളത്. ഈ രീതിയിലും ചെയ്യാം, ഇടത് കൈന്റെ ഭാഗത്ത് വെച്ചിട്ട് ആ രീതിയിലും ചെയ്യാം. ബാക്ക് പാർട്ടിയിലെ ആം ഹോളിന്റെ അളവെടുക്കാം. ഒരു 1/4 ഇഞ്ച് ഈ ഒരു കട്ട് ചെയ്ത ഭാഗത്ത് നിന്നും അകത്തേക്ക് നീക്കി വെക്കണം കേട്ടോ, അളവെടുക്കണ സമയത്ത്. എന്നിട്ട് ഇങ്ങനെ റൗണ്ട് ആക്കി ഈ അറ്റം വരെ എത്രയാണെന്ന് അളവെടുക്കുക. കറക്റ്റ് 12.4 ഉണ്ട്. ഓക്കെ, ഇതിൽ നിന്നും 1/2 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് വേണം ആം ഹോളിന്റെ ലെങ്ത് സ്ലീവിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്യാൻ. കാരണം ഇവിടെ നമുക്ക് ഫോൾഡ് ആണ്, ഇവിടെ 1/2 ഇഞ്ച് ഷോൾഡറിന്റെ അറ്റാച്ചിങ്ങിന് പോകും. അപ്പൊ അതൊന്ന് ഒന്നിക്കൽ 1/2 ഇഞ്ച് താഴേക്ക് വെച്ചിട്ട് അളവെടുക്കുക, അല്ലെങ്കിൽ അളവെടുത്തതിന് ശേഷം 1/2 ഇഞ്ച് മൈനസ് ചെയ്യുക. അപ്പൊ ഞാനിപ്പോ ഇവിടെ 1/2 ഇഞ്ച് മൈനസ് ചെയ്തിട്ടാണ്. 12.4 നിന്ന് മൈനസ് ചെയ്താൽ 11.75 കേട്ടോ. 11.75. ഓക്കെ, അപ്പൊ എനിക്കിനി ഇവിടെ എൽ ഷേപ്പ് ആക്കിയിട്ട് എന്റെ ചെസ്റ്റ് റൗണ്ടിന് 10ൽ 1 ആക്കണം. കറക്റ്റ് ചെസ്റ്റ് റൗണ്ട് 24 48 ആയിട്ട് വരും. പക്ഷെ എനിക്ക് 48 ഒന്നും ഇല്ല. അപ്പൊ ഞാനിവിടെ കറക്റ്റ് അളവാണ് ഞാൻ ഇപ്പം കൊടുക്കുന്നത് കേട്ടോ. ഇതിൽ കൊടുത്ത അളവിനനുസരിച്ചാണെങ്കിൽ കറക്റ്റ് ചെസ്റ്റ് റൗണ്ട് 24 ഒരു ഭാഗം, അടുത്ത ഭാഗം 24, 48 ആണ്. അപ്പൊ ഇവിടെ കൊടുക്കുകയാണെങ്കിൽ 4.8 ആണ് കൊടുക്കേണ്ടത്. പക്ഷെ ഞാൻ അത്രയും കൊടുക്കുന്നില്ല, എനിക്ക് അത്രയും ഇല്ലാതെ കുറച്ച് ലൂസാണ് ആ ചുരിദാർ, അളവ് ചുരിദാർ. അപ്പൊ ഞാൻ 4.5 കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ കറക്റ്റ് അളവ് എത്രയാണോ അതിനെ 10ൽ 1 ആക്കി മാറ്റാം കേട്ടോ. ഞാൻ ഈ ലൈനിങ് പീസിന്റെ മുഴുവൻ ലെങ്ത്തും എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള ലെങ്ത് ഇത്ര ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കരവശത്തിന് ഇന്ന് ഇങ്ങോട്ട് മുകളിലേക്ക് ആദ്യം ലെങ്ത് മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് താഴോട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ആം ഹോളിന്റെ ലെങ്ത് വരച്ചാൽ മതി. ഞാൻ ഇത് മുഴുവനായിട്ടും ലെങ്ത് എടുക്കുന്നത് കൊണ്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പ്രത്യേകമായിട്ട് ലെങ്ത് മാർക്ക് ചെയ്യുന്നില്ല. ഇതിനേക്കാളും കൂടുതലാണ് മെയിൻ ക്ലോത്തിൽ ലെങ്ത് വരിക. ഇതിൽ പക്ഷെ ഇത്രേ കിട്ടുന്നുള്ളൂ. അപ്പം അതങ്ങനെ മുഴുവനായിട്ട് എടുക്കുകയാണ് കേട്ടോ. ഇതാണ് 11.25 ഇഞ്ചിന്റെ ലൈന്. അവിടുന്ന് 4.5 ഇഞ്ച് ഇങ്ങോട്ടേക്ക് വരച്ചു. ഇനി ഇതിനെ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ കൊടുത്ത് ഇതിനെ ട്രയാങ്കിൾ ആക്കിയിട്ട് മാറ്റാം. ഇങ്ങനെ ഒരു ലൈൻ കൊടുത്തതിനെ ട്രയാങ്കിൾ ആക്കി മാറ്റി. ഈ താഴെ കരവശത്തിന്റെ വിടുത്ത് വരുന്നത് 5 ഇഞ്ചാണ് വേണ്ടത്. 5ഉം വേണ്ട, ഇത് കുറച്ചതൊക്കെ പുതിയ ചുരിദാർ ഒന്നും ചെയ്തിട്ടില്ല, ഷേപ്പ് ആക്കിയിട്ടൊന്നുമില്ല, അതാണ് ഇത് ലൂസൊക്കെ കൂടുതലായിട്ട് ഇരിക്കുന്നത്. അപ്പൊ ഇതിൽ 5.5 ഉണ്ട്. പക്ഷെ എനിക്ക് 5.5 ഒന്നും വേണ്ട, എനിക്കൊരു ഭാഗത്ത് 4.5 ഇഞ്ച് മതി. തയ്യൽ തുമ്പ് അടക്കം എനിക്ക് 5.5 ഇഞ്ച് മതി.
അപ്പൊ ഞാൻ താഴെ കരവശത്ത് ഒരു 6 ഇഞ്ചിൽ കൊടുക്കുന്നുണ്ട്. എക്സ്ട്രാ വന്നാലും കുഴപ്പമില്ല, നമുക്ക് കട്ട് ചെയ്ത് മാറ്റാലോ. 6 ഇഞ്ച് വിടുത്ത് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് 1 ഇഞ്ച് ഈ ഒരു ചെരിഞ്ഞ ലൈനിൽ, ഈ ട്രയാങ്കിളിന്റെ ലൈനിൽ 1 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് സ്ട്രൈറ്റ് ആക്കി കൊടുക്കുക കേട്ടോ. ഈ എൽ ഷേപ്പിന്റെ ലൈനിലേക്ക് ഒന്നിങ്ങനെ സ്ട്രൈറ്റ് ആക്കി കൊടുക്കുക. എന്നിട്ട് പിന്നെ ഇവിടുന്ന് ഈ ഒരു പോയിന്റിലേക്ക് എത്ര ഉണ്ടോ അതിനെ പകുതിയാക്കുക. അപ്പൊ ഇതിൽ 11 അപ്പൊ 5.5 ഇഞ്ചാണ് ഇതിന്റെ പകുതി പോയിന്റ്. ആ പകുതി പോയിന്റിൽ നിന്നും ഈ 1 ഇഞ്ച് തയ്യൽ തുമ്പിന്റെ ഇവിടേക്ക് ഇങ്ങനെ നമുക്കൊന്ന് കെറിവാക്കി ഒന്ന് ഷേപ്പാക്കി, അധികം കുഴിച്ച് വരയ്ക്കേണ്ട, ഒരു 1/2 ഇഞ്ചിന്റെ കുഴിവിൽ ഇങ്ങനെ ഒന്ന് കെറിവാക്കി കൊടുക്കുക. അതേപോലെ ട്രയാങ്കിളിന്റെ ഉള്ളിൽ കൂടെ മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് ഷേപ്പാക്കി ആ അറ്റത്തേക്ക് കൊണ്ടുപോവുക. ഇങ്ങനെയാണ് സ്ലീവിന്റെ കെറിവ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി താഴെ കരവശത്ത് ഞാൻ മാർക്ക് ചെയ്ത ആ ലൈനിലേക്ക് ഇവിടുന്ന് അങ്ങോട്ട് ചേർത്ത് വരയ്ക്കുകയാണ് കേട്ടോ. അത്യാവശ്യം ലൂസിലാട്ടോ ഞാൻ കൊടുത്തിട്ടുള്ളത്, കാരണം ഇത്ര ഞാൻ ടൈറ്റ് ആയിട്ട് ഉപയോഗിക്കാറില്ല. നിങ്ങൾ കറക്റ്റ് അളവെടുത്തിട്ട് ചെയ്യാട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് സ്ലീവിന്റെ മാർക്കിങ്. ഇനി ഇത് വെച്ചിട്ട് മെയിൻ ക്ലോത്ത് നമുക്ക് കട്ട് ചെയ്യാം. അതിന് പ്രത്യേക അളവും കാര്യമൊന്നും നിങ്ങൾ എടുക്കേണ്ട, ലെങ്ത് മാത്രം കൂട്ടി കൊടുക്കാം. മെയിൻ ക്ലോത്തിന്റെ ലെങ്ത് മാത്രം കൂട്ടി കൊടുക്കുക. അത് ഞാൻ ഇപ്പൊ ഇതില് കാണിക്കുന്നില്ല, ഇത്രയും കൂടി കാണിക്കുമ്പോൾ ഒരുപാട് വൈഡായി പോകൂലേ വീഡിയോ. ജസ്റ്റ് വേണമെന്ന് വെച്ച് കാണിച്ചു തരാം. ഇവിടെ ഒരു നോച്ച് കൊടുക്കുക കേട്ടോ. നമ്മൾ സെന്റർ ഭാഗത്ത് നിന്നല്ല സ്റ്റിച്ചിങ് തുടങ്ങുക, അപ്പൊ അവിടെ ഒരു നോച്ച് കൊടുക്കുക. ഇനി കട്ട് ചെയ്യുമ്പം ഇങ്ങനെ ഫ്രണ്ട് പീസ് സെപ്പറേറ്റും ബാക്ക് പീസ് സെപ്പറേറ്റ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പൊ ഞാൻ 4 ആയിട്ട് ഇത് മടക്കണില്ല. നിങ്ങൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഒരൊറ്റ പീസിൽ ചെയ്യുമ്പോൾ 4 ആയിട്ട് മടക്കണം. ലൈനിങ് പീസ് മടക്കിയത് പോലെ തന്നെ ആദ്യം നീളത്തിൽ നമ്മളുടെ സൈഡിൽ മുഴുവനായിട്ട് നിവർത്തിയിട്ടിട്ട് ഓപ്പോസിറ്റിലേക്ക് പകുതിയാക്കി മടക്കിയിട്ട് ശേഷം വീണ്ടും ഇടതുവശത്ത് നിന്നും വലതുവശത്തേക്ക് പകുതിയാക്കി മടക്കുക. എന്നിട്ട് വേണം നിങ്ങൾ മാർക്കിങ്ങൾ ചെയ്യാനായിട്ട് കേട്ടോ. ലൈനിങ് പീസ് ഇതിന് മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് മാർക്ക് ചെയ്താൽ മതി. പിന്നെ എക്സ്ട്രാ വേറെ അളവൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ലെങ്ത് മാത്രം എത്രയാണോ കൂടുതൽ വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാനിത് ബാക്ക് പാർട്ട് പ്ലെയിൻ ഡിസൈനും ഫ്രണ്ട് പാർട്ട് ഇങ്ങനെ ആയതുകൊണ്ട് ഞാനിത് സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഇതാ ഇങ്ങനെ വെച്ചിട്ട് പിൻ ചെയ്യുക. എല്ലാ ഭാഗത്തും ഇവിടെ പിൻ ചെയ്ത് വെച്ചതിന് ശേഷം കണ്ട ലെങ്ത് ഇത്ര ഇതിന് ലെങ്ത്തേ ഉള്ളൂ. ഇനി ഈ ഒരു പ്ലെയിൻ ആയ ഭാഗം ഒഴിവാക്കും. ഇത് ഇത്ര ഉണ്ടാവില്ല, ഇവിടെ കട്ട് ചെയ്ത് പോയി ഒരു ഡിസൈന് കണക്കാക്കിയിട്ട് കട്ട് ചെയ്ത് പോകും. അപ്പൊ ഈ ഒരു ഭാഗം ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മളെ കറക്റ്റ് ഭാഗങ്ങൾ മാർക്ക് ചെയ്താൽ മതി. നെക്ക് കട്ട് ചെയ്യുന്നില്ല, കാരണം അതിന്റെ ക്ലോത്ത് ഇങ്ങനെ ആയതുകൊണ്ട് കുറച്ചൊരു ഡിഫറെന്റ് ക്ലോത്ത് ആണ്. അപ്പൊ നെക്ക് ഞാൻ സ്റ്റിച്ചിങ്ങിന് ശേഷം കട്ട് ചെയ്യുള്ളൂ കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ ബാക്ക് പാർട്ടും മടക്കി വെക്കുക. അത് ബാക്ക് പാർട്ടാണ്, ഇത് പ്ലെയിൻ ആണ്. 2 ഐറ്റം മടക്കിയിട്ട് ഫോൾഡ് ആയ ഭാഗം നമ്മളുടെ സൈഡിൽ വെക്കുക എപ്പം ചെയ്യുകയാണെങ്കിലും കേട്ടോ. സ്ലീവിനും കൂടി ഉള്ളത് ഇതിലുണ്ട്. എന്നിട്ട് ഇതിന്റെ മുകളിൽ ബാക്ക് പാർട്ട് നിവർത്തി വെച്ചിട്ട് കറക്റ്റ് അളവ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാം. സ്ലീവിന്റെ ക്ലോത്ത് നമുക്ക് ഏത് രീതിയിലാണോ ആ ക്ലോത്ത് നമുക്ക് നീളം വീതിയൊക്കെ കിട്ടുന്നത് ആ ഒരു രീതിയിൽ മടക്കി വെക്കുക കേട്ടോ. അപ്പൊ ഞാൻ ബാക്കി വന്ന ക്ലോത്ത് ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടൊക്കെ കട്ട് ചെയ്തതിന്റെ ശേഷം ബാക്കി വന്ന ക്ലോത്താണിത്. അത് 4 ആയിട്ട് മടക്കി ഫോൾഡായ ഭാഗം കറക്റ്റാക്കി നമുക്ക് വെക്കുക കേട്ടോ. എല്ലാ ഭാഗങ്ങളും ക്ലിയർ ആക്കി ഉറപ്പ് വരുത്തുക. ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാൻ പാടില്ല, കറക്റ്റായിട്ട് ചെയ്യുക കേട്ടോ. കരവശമൊക്കെ കറക്റ്റാക്കി വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ആ ഒരു മുഴുവൻ ക്ലോത്തും ഉപയോഗിക്കാൻ പറ്റുള്ളൂ.
ഞാൻ ഈ മുഴുവൻ ലെങ്ത്തും എടുക്കുന്നുണ്ട്, അത്രേ ഇതൊന്ന് കിട്ടുന്നുള്ളൂ. ഇതിൽ കൂടുതലാണ് സാധാരണ ഉപയോഗിക്കല്, പക്ഷെ ഇത് കുറച്ച് ലെങ്ത്ത് കുറഞ്ഞിട്ടുള്ളൊരു ക്ലോത്താണ്. ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച് ലൈനിങ് പീസ് വെക്കുക. നോച്ച് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. എന്നിട്ട് ഇത് നിവർത്തിയിട്ട് ഇതിൻ്റെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് ഒരു ഭാഗം നമുക്ക് കുഴിച്ച് കട്ട് ചെയ്യാം. നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെക്കണം. എന്നിട്ട് നമുക്കിവിടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തിട്ട് അതിലേക്ക് ആ ഒരു ഭാഗം ചിരിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആ 1 ഇഞ്ച് തയ്യൽ തുമ്പിൽ നമ്മൾ ഒരു സൈഡിൽ നിന്ന് അടുത്ത സൈഡിലേക്ക് ഒന്ന് മടക്കി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആം ഹോളിനെ കുഴിച്ച് വരച്ചെടുക്കാൻ പറ്റും. ഇതാ ഈ രീതിയിൽ ലെങ്ത് ഭാഗമൊക്കെ കറക്റ്റായിട്ട് വെക്കുക കേട്ടോ. ഈ സൈഡൊക്കെ കറക്റ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ കാണുന്ന എക്സ്ട്രാ കാണുന്ന ഭാഗം ഉണ്ടല്ലോ, ഇതാണ് നമുക്ക് കുഴിച്ച് വരയ്ക്കേണ്ടത്. ഓക്കെ, ഇതിൻ്റെ 2 പീസും നമുക്ക് മാറ്റിയെടുക്കാം. ഫ്രണ്ട് പീസും ബാക്ക് പീസും രണ്ടും മാറാൻ പാടില്ല. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് രണ്ടും 2 സൈഡിലേക്കായിരിക്കണം വെക്കേണ്ടത്. അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, കുഴിഞ്ഞു നിൽക്കുന്ന ഭാഗം ഏതാണോ അത് വലതുവശത്തേക്കുള്ളതാണ് കേട്ടോ. ഇത് ഇടത് കൈയിൻ്റെതാണ്. ഈ കുഴിഞ്ഞു നിൽക്കുന്നത് ഇത് ഇടത് കൈയിനും, അതുപോലെ ഇത് വലത് കൈയിനും. ഇത് വലത് കൈയിൻ്റെതാണ് കേട്ടോ. നിങ്ങൾക്ക് അവിടെ മാർക്ക് ചെയ്ത് വെച്ചാൽ മതി. ലെഫ്റ്റ് റൈറ്റ് അങ്ങനെ എഴുതി വെച്ചാൽ മതി കേട്ടോ ആ സമയത്ത്. അതുപോലെ ലൈനിങ് പീസിലും നമ്മൾ ചെയ്യണം. ലൈനിങ് പീസും രണ്ടിനും നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് ഒരു സൈഡിൽ ലൈൻ കൊടുക്കുക. ഇടത് കൈയിൻ്റെ ഭാഗത്താണ് ലൈൻ കൊടുക്കുന്നത് വെച്ചാൽ അത് മുകളിൽ നിന്ന് കിട്ടുന്ന പീസ് വലതുവശത്തേക്കും താഴെ നിന്ന് കിട്ടുന്ന പീസ് ഇടതുവശത്തേക്കുമാണ് കേട്ടോ. അങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി നിങ്ങൾ. 1 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത്
അതിലേക്ക് തിരിച്ചു വെക്കുക. കറക്റ്റായിട്ട് നിൽക്കണം കേട്ടോ കരവശങ്ങൾ. പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഭാഗം കട്ട് ചെയ്ത് കളയുക. ഇടത് കൈയിൻ്റെ ഭാഗത്താണ് ലൈൻ കൊടുത്തിട്ടുള്ളത്, അല്ല വലത് കൈയിൻ്റെ ഭാഗത്താണ് അതിപ്പോൾ ലൈൻ കൊടുത്തത്. അപ്പോൾ ഇത് മേലെ ഉള്ളത് ലെഫ്റ്റും താഴെയുള്ളത് റൈറ്റും. അങ്ങനെ നോക്കിയിട്ട് നിങ്ങൾക്ക് എടുത്ത് വെക്കാം കേട്ടോ.